ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ചില ലോക വാർത്തകളുമായി ബന്ധപ്പെട്ടതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. യുഎന്നിൽ പാലസ്തീനെ അനുകൂലിച്ച് ഇന്ത്യ. യുഎന്നിൽ പാലസ്തീനെ അനുകൂലിച്ച് ഇന്ത്യ. യുഎൻ പൊതുസഭയിൽ ഇസ്രായേലിനെതിരായ 2 പ്രമേയങ്ങളെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തു. വളരെ ചരിത്രപ്രധാനമായ ഒരു മുന്നേറ്റം തന്നെയാണ്. യുഎൻ പൊതുസഭയിൽ ഇസ്രായേലിനെതിരായ 2 പ്രമേയങ്ങളെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തിരിക്കുന്നു. പാലസ്തീനിലെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും സിറിയൻ ജുലാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നുമുള്ള യുഎൻ ജനറൽ അസംബ്ലി പ്രമേയങ്ങളെയാണ് ഇന്ത്യ പിന്തുണച്ചത്. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യ പിന്തുണച്ച ആ 2 പ്രമേയങ്ങൾ? പാലസ്തീനിലെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണം. ഒന്നാമത്തെ പ്രമേയം എന്താണ്? പാലസ്തീനിലെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണം. പിന്നെന്താണ്? സിറിയൻ ജുലാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നുമുള്ള യുഎൻ ജനറൽ അസംബ്ലി പ്രമേയങ്ങളെയാണ് ഇന്ത്യ പിന്തുണച്ചത്. ഇതായിരുന്നു ആ 2 പ്രമേയങ്ങൾ. പലസ്തീൻ സമാധാനപരമായ ഒത്തുതീർപ്പ് എന്ന പ്രമേയം സെനഗലാണ് ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചത്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ 1967 മുതൽ അധിനിവേശം നടത്തിയ മുഴുവൻ പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുക, പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കുക എന്നീ ആഹ്വാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രമേയം. അപ്പൊ എന്താണ്? കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ 1967 മുതൽ അധിനിവേശം നടത്തിയ മുഴുവൻ പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങണമെന്നും മറ്റെന്താണ്? പശ്ചിമേഷ്യയിൽ സമഗ്രവും നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കുക എന്നീ ആഹ്വാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ 2 പ്രമേയങ്ങൾ. 193 അംഗസഭയിൽ, അതായത് നമ്മുടെ യുഎന്നിലെ ആകെ അംഗസംഖ്യ 193 ആണ്. ഈ 193 അംഗസഭയിൽ 157 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. 193 അംഗസഭയിൽ 157 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ അനുകൂലിച്ചു. അതിലൊരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അർജന്റീന, ഹംഗറി, ഇസ്രായേൽ, മൈക്രോനേഷ്യ, നൗറു, പലാവു, പാപ്പുവ ന്യൂഗിനിയ, അമേരിക്ക എന്നീ 8 അംഗരാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. അപ്പൊ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം ഏതാണ്? 8 ആണ്. അർജന്റീന, ഹംഗറി, ഇസ്രായേൽ, മൈക്രോനേഷ്യ, നൗറു, പലാവു, പാപ്പുവ ന്യൂഗിനിയ, അമേരിക്ക എന്നീ 8 രാജ്യങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത്. BCCയുടെ 100 വനിതകളിൽ ഇന്ത്യയിൽ നിന്ന് 3 പേർ. BCCയുടെ 100 വനിതകളിൽ ഇന്ത്യയിൽ നിന്ന് 3 പേർ. ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രചോദനവും സ്വാധീനം ചെലുത്തുകയും ചെയ്ത 100 സ്ത്രീകളുടെ പട്ടിക തയ്യാറാക്കി BCC. ഇന്ത്യയിൽ നിന്ന് 3 പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. ആരൊക്കെയാണെന്ന് നോക്കാം. ഗുസ്തിയിൽ നിന്ന് രാഷ്ട്രീയ ഗോദയിലെത്തിയ വിനേഷ് ഫോഗട്ട്, പാരമ്പര്യങ്ങളെ തിരുത്തി എഴുതി ശവസംസ്കാര ചടങ്ങുകളിൽ സജീവമായ പൂജ ശർമ്മ, സാമൂഹിക പ്രവർത്തക അരുണ റോയ് എന്നിവരാണ് ഇന്ത്യക്കാരായി പട്ടികയിലുള്ളത്. നൊബേൽ സമ്മാന ജേതാവ് നാദിയ മുറാദ്. 2018 സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് നാദിയ മുറാദ്. 2018 സമാധാന നൊബേൽ സമ്മാന ജേതാവാണ് നാദിയ മുറാദ്. ബോളിവുഡ് നടി ഷാരോൺ സ്റ്റോൺ, കാലാവസ്ഥാ പ്രവർത്തക അഡേനിക ഒഡലോസു 9 വർഷത്തോളം ഭർത്താവിന്റെയും സുഹൃത്തുക്കളുടെയും കൂട്ട ബലാത്സംഗത്തെ അതിജീവിച്ച 71കാരി ഫ്രഞ്ച് വനിത ഗിസലെ പെലിക്കോട്ട് എന്നിവരും ഉൾപ്പെടുന്ന പട്ടികയിൽ US ഇന്ത്യൻ വംശജയും ബഹിരാകാശ സഞ്ചാരിയുമായ നമ്മുടെ സ്വന്തം സുനിത വില്യംസും 20കാരിയായ AI വിദഗ്ധ സ്നേഹ റേവനൂരും ഈ പട്ടികയിൽ അംഗങ്ങളാണ് എന്നുകൂടി ഓർക്കുക. ഇതിൽ ഓർക്കേണ്ടത് നാദിയ മുറാദിന് സമാധാന നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 2018 എന്നുകൂടി ഓർത്തിരിക്കുക. പാകിസ്ഥാനെ തകർത്ത് കിരീടം ശ്രീജേഷിന്റെ ഇന്ത്യക്ക്. അപ്പോൾ പാകിസ്ഥാനെ തകർത്ത് നമ്മുടെ ശ്രീജേഷ് പരിശീലിപ്പിക്കുന്ന ഇന്ത്യൻ ടീം കിരീടം നേടിയിരിക്കുന്നു. ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കിയിൽ 5ാം തവണയും ജേതാക്കളായി ഇന്ത്യ. എന്താണ്? ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കിയിൽ 5ാം തവണയും ജേതാക്കളായി ഇന്ത്യ. ഫൈനലിൽ പാകിസ്ഥാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കിയിൽ 5ാം തവണയും കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. മസ്കറ്റിലെ അമീറാത്ത് ഹോക്കി സ്റ്റേഡിയത്തിലാണ് കളി നടന്നത്.
ഇപ്പോ അമീറാത്ത് ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? മസ്കറ്റിലാണ്. മസ്കറ്റിലെ അമീറാത്ത് ഹോക്കി സ്റ്റേഡിയത്തിലാണ് ഈ കളി നടന്നത്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ PR ശ്രീജേഷ് ആണ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലകനാണ് PR ശ്രീജേഷ്. നമീബിയയെ നയിക്കാൻ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇപ്പോൾ നമീബിയയെ നയിക്കാൻ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ നെതുംബോ നൻഡി-ദാത്വയ്ക്ക് വിജയം. ആരാണ്? നെതുംബോ നൻഡി-ദാത്വയ്ക്ക് വിജയം. സ്വയം ഭരണാധികാരം നേടിയ 1990 മുതൽ ജനാധിപത്യത്തിലൂടെ ഇടതുപക്ഷ പാർട്ടിയായ സ്വാപെ അധികാരത്തിൽ തുടരുന്ന നമീബിയയിൽ ആദ്യമായാണ് വനിത പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ എന്താണ്? 1990 നമീബിയ സ്വാതന്ത്ര്യം നേടുന്നത്. 1990 നമീബിയയ്ക്ക് സ്വയം ഭരണാധികാരം ലഭിക്കുന്നത്. അന്നു മുതൽ ഇടതുപക്ഷ പാർട്ടിയായ സ്വാപെ ആണ് അധികാരത്തിൽ വന്നിരുന്നത്. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത പ്രസിഡന്റ് ആവുകയാണ്. ആരാണ് ആ വനിത? നെതുംബോ നൻഡി-ദാത്വേ. ആരാണ്? നെതുംബോ നൻഡി-ദാത്വേ. കഴിഞ്ഞ സർക്കാരിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നെതുംബോ. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി കൂടിയാണ് നെതുംബോ. നമീബിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1990 ഓർക്കുക, നമീബിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1990 നെതുംബോ വൈസ് പ്രസിഡന്റ് ആയത് 2015 2015 നെതുംബോ നമീബിയയുടെ വൈസ് പ്രസിഡന്റ് ആയത്. ഇപ്പോൾ നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി മാറിയിരിക്കുകയാണ് നെതുംബോ. പുതിയ ഗ്രഹം. ഒരു വർഷം 21 മണിക്കൂർ. ഇപ്പോ ഒരു പുതിയ ഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 21 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഓരോ വയസ്സ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു പുതിയ ഗ്രഹം, ഒരു വർഷം 21 മണിക്കൂർ. 21 മണിക്കൂർ കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കുന്ന ഗ്രഹം കണ്ടെത്തി. നെപ്റ്റ്യൂണിനോട് സാദൃശ്യമുള്ള ഗ്രഹമാണ് കണ്ടെത്തിയത്. എന്താണ് അതിന്റെ പേര്? ടോയ് 3261b. ടോയ് 3261b എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ വെറും 21 മണിക്കൂർ കൊണ്ട് ഒരു വർഷം പൂർത്തിയാകുന്നു എന്നതാണ്. എന്താണ്? ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും 21 മണിക്കൂർ കൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് ടോയ് 3261b. അടുത്ത മറ്റു ചില ആനുകാലിക വാർത്തകളിലേക്ക് പോകാം. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് മൻമോഹൻ. ആരാണ്? മൻമോഹൻ. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് മൻമോഹൻ. സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം ഇതോടെ 33 നമുക്കറിയാം. പരമാവധി ജഡ്ജിമാരുടെ എണ്ണം, സുപ്രീം കോടതിയിലെ പരമാവധി ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 34 നിലവിൽ 33 ജഡ്ജിമാരുണ്ട് എന്നുകൂടി ഓർക്കുക. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ആരാണ്? നയാബ് സിംഗ് സൈനി. സംസ്ഥാന മന്ത്രി അനിൽ വിജ് എന്നിവർ ഹരിയാനയിലെ പഞ്ച്കുളയിൽ TB രോഗബാധയും മരണനിരക്കും കുറയ്ക്കുന്നതിനുള്ള 100 ദിവസത്തെ രാജ്യവ്യാപകമായ ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇപ്പൊ ചോദ്യം വരാം, അടുത്തിടെ TB ബാധയും മരണനിരക്കും കുറയ്ക്കുന്നതിനുള്ള 100 ദിവസത്തെ രാജ്യവ്യാപക ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഏത് സംസ്ഥാനത്തിലാണ്? എവിടെയാണ്? ഹരിയാനയിലാണ്. ഹരിയാനയുടെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ്. TB രോഗബാധയും മരണനിരക്കും കുറയ്ക്കുന്നതിനുള്ള 100 ദിവസത്തെ രാജ്യവ്യാപക ക്യാമ്പയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഹരിയാനയിലാണ്. കേരള ടൂറിസത്തിന് സുസ്ഥിര വിനോദസഞ്ചാരത്തിനുള്ള സാങ്ച്വറി ഏഷ്യ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഈ വർഷത്തെ സുസ്ഥിര വിനോദസഞ്ചാരത്തിനുള്ള സാങ്ച്വറി ഏഷ്യ അവാർഡ് ലഭിച്ചത് കേരള ടൂറിസത്തിനാണ്. സുസ്ഥിര വിനോദസഞ്ചാരത്തിനുള്ള സാങ്ച്വറി ഏഷ്യ അവാർഡ് ലഭിച്ചത് കേരള ടൂറിസത്തിനാണ്. അപ്പോൾ നമ്മുടെ ടൂറിസം മന്ത്രി റിയാസ് ഡൽഹിയിൽ അവാർഡ് ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര നയരൂപീകരണ കമ്പനിയായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ASPA കേരളത്തിന്റെ സംരംഭകത്വ വർഷ പദ്ധതിക്ക് ഇൻവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പദവി നൽകി. എന്താണ്? അന്താരാഷ്ട്ര നയരൂപീകരണ കമ്പനിയായ
അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കേരളത്തിന്റെ സംരംഭകത്വ വർഷ പദ്ധതിക്ക് ഇൻവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പദവി നൽകി. അടുത്ത നമ്മുടെ ആരാണ് എന്താണ് സെഗ്മെന്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സൂര്യരശ്മിയെ പറ്റി, ഒരു റേസിനെ പറ്റിയാണ് പറഞ്ഞത്, ഒരു സൺറൈസിനെ പറ്റിയാണ് പറഞ്ഞത്. ഏതായിരുന്നു അത്? UV റേസ് ആണ്. UV റേസിനെ പറ്റിയുള്ള വസ്തുതകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ ഇന്നും പതിവ് പോലെ ഒരു SCERT ഫാക്ട് തന്നെയാണ്. ഇതധികം എത്ര പേര് ഈ വ്യക്തിയുടെ പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. SCERT ടെക്സ്റ്റിൽ ഒരു കോളത്തിൽ അവരുടെ പിക്ചർ അടക്കം ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആരാണെന്ന് നോക്കാം. തലശ്ശേരിയിൽ ജനിച്ച ഒരു സസ്യശാസ്ത്രജ്ഞയാണ് ആള്. ഒരു വനിതയാണ്. തലശ്ശേരിയിൽ ജനിച്ച ഒരു സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. കോയമ്പത്തൂരിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. പിന്നെന്താണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആണ്. എന്താണ്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലായ വ്യക്തിയാണ്. 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു വ്യക്തിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCERT ടെക്സ്റ്റിൽ ഒരു കോളത്തിൽ, ഞാൻ എപ്പോഴും പറയുന്നു, ആളുടെ ഫോട്ടോ സഹിതം ഒരു ബോക്സിലാണ് കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പുറത്തുനിന്ന് ഒരു ഫാക്റ്റും ചേർത്തിട്ടില്ല. ഇത് ഇത്രയും SCERT ടെക്സ്റ്റിലുള്ള ഫാക്റ്റ് ആണ്. അപ്പൊ ആരാണ് ഈ വനിത? ഒരു വനിതയാണ്. ഇത് ആരാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്